ആൻഡ്രോയിഡ് ഫോണിലെ ഡിലീറ്റായ ഫോട്ടോസ്, വീഡിയോസ്, വാട്സപ്പ് ചാറ്റ്, അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് റിക്കവറി ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുക. ഫോട്ടോ റിക്കവറി ആപ്ലിക്കേഷൻ, ഫയൽ റിക്കവറി ആൻഡ് ഫോട്ടോ റിക്കവറി ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാം. അവിടെ ഇംഗ്ലീഷ് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഫോട്ടോ സ്കാനാണോ, വീഡിയോ സ്കാനാണോ, ഓഡിയോ സ്കാനാണോ, ഡോക്യുമെൻറ്റ് സ്കാനാണോ, റിക്കവറി ഫയലാണോ. ഞാനിപ്പോൾ റിക്കവറി ഫയൽ ഇപ്പോൾ ഫോട്ടോസാണ്. ഫോട്ടോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഈ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്കാനായിട്ട് അത് സ്കാൻ ആവുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസ്, വോയിസ് മെസ്സേജ് ടോട്ടലായിട്ട് നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് എൻ്റെ ഫോണിൽ നിന്നാണ് ഇവിടെ സ്കാൻ ആവുന്നതായിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോസാണ്. ഈ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോസാണ്. ഇതൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് റിക്കവറി ഫയൽസ് എന്നാണ്. റിക്കവറി ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ റിക്കവറി ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ എന്താണോ വീഡിയോ ആണെങ്കിൽ വീഡിയോ, അത് ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ റിക്കവർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.